ഐക്യത്തിന്റെ പേരിൽ അനൈക്യമുണ്ടാക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം അധിനിവേശം തന്നെയാണ്. പശ്ചിമേഷ്യയിലെ കാര്യമല്ല, നമ്മുടെ സിറോ മലബാർ സഭയിലെ പല രൂപതകളുടെയും കാര്യം ഇതാണ്. പിടിച്ചെടുക്കലാണ് അവരുടെ ലക്ഷ്യം. ഇത് ആർക്കാണ് അറിയാത്തത്? എന്നിട്ടും അൽമായർ വിശ്വാസികൾ കർത്താവിലെല്ലാം അഭയം പ്രാപിച്ചിരിക്കുന്നു. തന്നിലേക്ക് തന്നെയാണ് ഇന്നത്തെ സിറോ മലബാർ സഭയുടെ മെത്രാന്മാർ വിശ്വാസികളെ വലിച്ചടിപ്പിക്കുന്നത്. ഇതുപോലെ അഹങ്കാരികളായ ഒരു മെത്രാൻ കൂട്ടം മറ്റൊരു സഭാചരിത്രത്തിലും കണ്ടിട്ടേയില്ല. ബലിപീഠം മറിച്ചിട്ട് ബലിവസ്തുക്കൾ വലിച്ചെറിഞ്ഞ വിമതർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. എന്നിട്ട് വിശ്വാസികളെ തള്ളിപ്പറയും. അവരെ ഗുണ്ടകളെന്നും സഭാവിരോധികളെന്നും സമൂഹത്തിന് മുന്നിൽ മുദ്രകുത്തും. അതിനാണ് രൂപതയുടെ അധികാരം ഈ മെത്രാന്മാർ എടുത്ത് പ്രയോഗിക്കുന്നത്. അല്ലാതെ നല്ല കാര്യത്തിനോട് ഉപയോഗിക്കില്ല. എന്തായാലും നിങ്ങൾക്ക് പ്രാർത്ഥന ഒന്നും അധികമാകില്ല. കുർബാന തർക്കവും അതിന്റെ ഫലമായി ഉടലെടുത്ത ക്രമസമാധാന പ്രശ്നങ്ങളുമൊക്കെ പരസ്പരമുള്ള പോർവിളികൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതൊക്കെ ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ, ഇതൊക്കെ പോലീസ് കോടതി വ്യവഹാരങ്ങൾ ഇതിലോട്ടൊക്കെ മാറിയിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയത്തെക്കാൾ അധപതിച്ച വിഭാഗീയത, അങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇപ്പോൾ പല ഇടവകളിൽ നടക്കുന്നത്, രൂപതയിൽ നടക്കുന്നത്. ഇത് സഭയിലെ മെത്രാന്മാർ തന്നെ വരുത്തി വെച്ച വിനയാണെന്ന് പറയാതെ വഴിയാ. കാരണം ഈ ഭൂതത്തെ തുറന്നു വിട്ടത് അവർ തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മൺമറഞ്ഞവർക്കും ഇതിൽ പങ്കുണ്ട്. അവർ അറിഞ്ഞോ അറിയാതെയോ വിഭാഗീയതയെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിഭാഗീയതയ്ക്ക് വെള്ളവും വെള്ളം നൽകുകയായിരുന്നു. അങ്ങനെ അവർ ഇരിക്കുന്ന കമ്പ് മുറിച്ചിട്ടു. അവരുടെ പിൻഗാമികൾ വീണ്ടും അത് തന്നെ ചെയ്യുന്നു. സ്വന്തം വില സമൂഹത്തിന് നഷ്ടപ്പെടുത്തിയ ഉത്തരവാദികൾ അവർ തന്നെയാണ്. സഭയുടെ വില ഇല്ലാതാക്കിയതും അവർ തന്നെയാണ്. ഇനിയെങ്കിലും തരംതാണ ചില നിലപാടുകൾ ഒടയ തമ്പുരാനെ ഓർത്തെങ്കിലും നിങ്ങൾ കൈക്കൊള്ളരുത്. സഭയെ ഓർത്ത് സിനഡിനെ ഉപയോഗിച്ച് വ്യക്തമായി അൽമായർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ വിമതരെ പിന്തുണയ്ക്കാനും സമവായത്തെ പിന്തുണയ്ക്കാനും ഒന്നുമല്ല അവിടെ വേണ്ടത്. മുറിവുകൾ ഉണക്കാൻ മുൻകൈ എടുക്കണം വിശ്വാസികളുടെ. അതാണ് മെത്രാന്മാർ ചെയ്യേണ്ടത്. മെത്രാന്മാർ അടിച്ചേൽപ്പിക്കേണ്ട കാലം കഴിഞ്ഞെന്ന് മനസ്സിലാക്കണം. സമവായത്തിന്റെയും ചേർത്ത് നിർത്തലിന്റെയും അന്യത്തിന്റെയും പിന്നെ തുറവിയുടെയും കാലമാണ് ഇതെന്ന് ഈസ്റ്റർ കാലത്തെങ്കിലും ഈ സിനഡിലെ മെത്രാന്മാർ ഓർക്കണം. സിനഡ് ഒന്ന് വിചാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ഏകീകൃത കുർബാന വിഷയം. ജനാഭിമുഖം വേണ്ട, വത്തിക്കാൻ പരിശുദ്ധ സിംഹാസനം അരുൾ ചെയ്ത ഏകീകൃത കുർബാന തന്നെ നടപ്പാക്കിയാൽ മതി എന്ന് സിനഡൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ പറഞ്ഞില്ല. ജനുവരിയിൽ ചേർന്ന സിനഡ് എന്താണ് തീരുമാനിച്ചത്? എന്താണ് ചർച്ച ചെയ്ത് കൊണ്ടെത്തിച്ചത്? ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കാം, അല്ലേ? സഭയ്ക്ക് മുന്നിൽ സെന്റ് മേരീസ് ബസേലിക്കയിൽ സമരമിരിക്കുന്ന വിശ്വാസികളുടെ അവരുടെ സംഘടനകൾ അനുഭാവപൂർവ്വം കാണും. എന്നിട്ട് ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി നടപ്പാക്കും. അത് ഏതെങ്കിലും ഒരു പള്ളിയിൽ നടപ്പാക്കിയ മാസം 1.5 2 മാസമായും ഏതെങ്കിലും ഒരു ഇടവകയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ സിനഡ് മുൻകൈ എടുത്തു? ഇല്ല. അപ്പോൾ സിനഡ് വത്തിക്കാനെതിരാണ്. പരിശുദ്ധ സിംഹാസനത്തിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ സിനഡിന് വിമുഖതയുണ്ട്. അപ്പോൾ സിനഡ് എന്നാൽ മെത്രാന്മാർ തന്നെയാണ്. ആ മെത്രാന്മാരെ തന്നെയാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിവില്ലെങ്കിൽ അധികാരമൊഴിഞ്ഞ് കർത്താവിന്റെ തിരുസന്നിധിയിൽ കർത്താവിന്റെ ധ്യാനവും വണക്കവുമായി മാത്രം കഴിയാനുള്ള ഒരു ആർജവമെങ്കിലും ഈ മെത്രാന്മാർക്ക് ഉണ്ടാകണമേ എന്നാണ് ഇപ്പോൾ